വിശ്രമമില്ലാത്ത 48 മണിക്കൂറുകൾ, അതിനിടയിൽ 2 ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ. നമ്മളോട് ഒരുപാട് പറയാനുണ്ടാകും അതിൻ്റെ ആകുലതകളെപ്പറ്റിയും ആ നിമിഷത്തെപ്പറ്റിയും ഒക്കെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്. 48 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ചെറിയ സമയമായിട്ട് തോന്നിയോ? ആക്ച്വലി അത് 48 36 മണിക്കൂറിനിടയ്ക്കാണ് നടന്നത്. 2 ദിവസമായതുകൊണ്ട് നമ്മൾ 48 എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഹൃദയം ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ അവയവം ദാനം ചെയ്യുന്നതും അവയവം മാറ്റിവെക്കപ്പെടുന്നതുമെല്ലാം വളരെ ആകസ്മികമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ഒക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ടീം അംഗങ്ങൾക്കോ സമയം തീരുമാനിക്കാനാവില്ല. അവയവം ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ അവയവം ദാനം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്ന ആ സമയത്ത് തന്നെ നമ്മൾ അവയവം എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ശേഷക്രിയകൾ ചെയ്യാനുള്ള കാലതാമസവും അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വരുന്നത് കാരണം ആ കുടുംബാംഗങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളുടെ ജോലി ക്രമീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതമായിട്ടുള്ള നടപടി. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവയവം നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. അങ്ങനെയാണ് ഐസക് ജോർജിൻ്റെ ഹൃദയവും അതുപോലെ തന്നെ അങ്കമാലിയിൽ നിന്ന് ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻ്റ് ഹൃദയവും എല്ലാം നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്കിടയിൽ ഹാർവെസ്റ്റ് ചെയ്യുകയും അത് സ്വീകർത്താക്കളിൽ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായത്. പലപ്പോഴും അങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളൊരു മെക്കാനിക്കലായിട്ട് നമ്മുടെ പ്രവർത്തനം അങ്ങോട്ട് പോവുകയാണ്. അവിടെ നമ്മൾക്ക് ടെൻഷനോ അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സോ അതുപോലത്തെയുള്ള ഒരു കാര്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. വർഷങ്ങളായിട്ട് നമ്മളുടെ ഈ അവയവദാനത്തിൽ ഇടപെടുന്ന ഒരു ടീം ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇൻറ്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങളുടെ ടീം ഉണർത്തെഴുന്നേൽക്കുകയാണ്. അതിനകത്ത് എല്ലാ രീതിയിലും ഡോക്ടർമാർ മാത്രമല്ലല്ലോ, നേഴ്സുമാരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, ഹാർട്ട് ലങ് മെഷീൻ, ആംബുലൻസ് ഡ്രൈവേഴ്സ് ഉണ്ട്, പിന്നെ നമ്മളെ സഹായിക്കുന്ന മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള മന്ത്രിഗണങ്ങളുണ്ട്, പോലീസ് ഓഫീസേഴ്സ്, ഗ്രീൻ കോറിഡോർ, എയർ ആംബുലൻസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിരുന്നു. അതെല്ലാം യാന്ത്രികമായിട്ട് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് നടന്നു പോകുന്നൊരു സിസ്റ്റം നമ്മൾക്ക് സംസ്ഥാനത്ത് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചെറിയ കാലയളവിനുള്ളിൽ നമുക്ക് 2 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും വിജയകരമായിട്ട് ചെയ്യാനായി എന്നുള്ളതാണ്. ആദ്യമായിട്ട് കേരളത്തിൽ ഹൃദയം എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് 2015 അന്ന് നമ്മൾക്ക് സർക്കാരിന് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ ആശ്രയിച്ചത് ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്ററിനെയാണ്. ആ സമയത്ത് അവരുടെ ഹെലികോപ്റ്റർ സർവീസിങ്ങിലായത് കാരണം അവർ നമ്മൾക്ക് ഡോർണിയർ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റാണ് തന്നത്. വളരെയധികം ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നു. ഏകദേശം 24 മണിക്കൂർ നേരത്തെ ശ്രമം കൊണ്ടാണ് സെൻട്രൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ പെർമിഷൻ എല്ലാം എടുത്തിട്ട് വേണം നേവിയുടെ എയർക്രാഫ്റ്റ് അവർക്ക് വിട്ടുതരാനായിട്ട്. മാത്രമല്ല അവരൊരിക്കലും ഇതിനു മുമ്പ് ഒരു അവയവം ദാനം ചെയ്യാൻ അല്ലെങ്കിൽ അവയവം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് അത് ഉപയോഗിച്ചിട്ടില്ല. പല ദുരിത ആശ്വാസ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു അത്യാഹിതം വരുമ്പോഴേക്കും അത് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ഉപരിയായിട്ട് അവയവം കൊണ്ടുവരാനായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച 2015 അന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് മുതൽ പോലീസ് ഓഫീസേഴ്സും എല്ലാ വ്യക്തികളും ഇതിന് സഹകരിച്ചുകൊണ്ടാണ് അത് നടന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീടുള്ള നമ്മളുടെ എയർലിഫ്റ്റുകളെല്ലാം നടന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാരിൻ്റെ സ്വന്തമായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമാണ്. ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പ്രവർത്തനങ്ങൾക്കും ഈ ഹെലികോപ്റ്റർ സൗജന്യമായിട്ട് വിട്ടുതരാനുള്ളൊരു തീരുമാനം മന്ത്രിസഭ എടുത്തിട്ടുണ്ട്. അങ്ങനെ തീരുമാനം എടുത്തത് മാത്രമല്ല, അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോക്കോളും അവർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇൻറ്റിമേഷൻ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ കേസോട്ടോയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ആണ് എൻ്റെ ചെയർമാൻ. അവർ ഇൻറ്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഹെലികോപ്റ്റർ, നമ്മുടെ ഗ്രീൻ കോറിഡോർ, ഓർഗൻ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം സുഗമമായിട്ട് നടത്തേണ്ടത് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഓർഡറുകൾ മന്ത്രിസഭ പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ വളരെ ആശ്വാസകരമാണ്. എന്നിരുന്നാലും നമ്മൾക്ക് ഒത്തിരി പരിശ്രമങ്ങളും ഒത്തിരി കോൺടാക്റ്റ്. ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി എയർക്രാഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പി രാജീവ് ഇൻവോൾവ് ചെയ്തു, മുഖ്യമന്ത്രി ഇൻവോൾവ് ചെയ്ത് ഉടനെ തന്നെ ഞങ്ങളുടെ ADGP മിസ്റ്റർ ശ്രീജിത്തിനെ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ വിളിക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം നമ്മളൊരു ADGP ഒക്കെ നേരിട്ട് വിളിക്കുക. അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങളെന്തിനാ പോലീസുകാരായിട്ട് ഇരിക്കുന്നതെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. അപ്പോൾ അത്രമാത്രം പ്രോ ആക്റ്റീവായിട്ട്
പോലീസ് നമ്മളോടൊപ്പം നിന്നിരുന്നു എന്നുള്ളതാണ്. അവിടെ മാത്രമല്ല, നമ്മുടെ എറണാകുളത്തെ പോലീസ്, സിറ്റി പോലീസ് കമ്മീഷണർ, അവരുടെ ടീം അംഗങ്ങളുമെല്ലാം. കാരണം 2 സ്ഥലത്തും നമുക്ക് ഗ്രീൻ കോറിഡോറിൻ്റെ ആവശ്യമുണ്ട്. ഹെലികോപ്റ്റർ കിട്ടിയാൽ മാത്രം പോരാ, എവിടെ നിന്നത് ടേക്ക് ഓഫ് ചെയ്യുന്നു, എവിടെ അത് ലാൻഡ് ചെയ്യണം, ലാൻഡ് ചെയ്യാനുള്ള സ്ഥലത്തിന് അതിന് പെർമിഷൻ സ്പെഷ്യലായിട്ട് ഹയാറ്റിൻ്റെ. അപ്പോൾ അവരുടെ ഹൈറാർക്കിയെ നമ്മൾ പിന്തുടരണം. ആ സമയത്ത് ആ ഹെലികോപ്റ്ററിൻ്റെ അവിടെ കാർ പാർക്കിംഗ് ഫുള്ളായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ ഒത്തിരി കാര്യങ്ങൾ നമ്മളൊരു ഒരു മാലയിൽ നമ്മൾ മുത്ത് കോർക്കുന്നത് പോലെ ഒരു മുത്ത് പോലും വിട്ടുപോകാതെ, ഒന്നും ഒരു ചരട് പോലും പൊട്ടാതെ കോർത്തിണക്കിയ ഒരു ടീം വർക്കായിരുന്നു ഈ ഓർഗൻ ഡൊണേഷനും ഓർഗൻ ട്രാൻസ്പോർട്ടേഷനും ട്രാൻസ്പ്ലാന്റേഷനും എല്ലാം. അപ്പോൾ വിജയിച്ച് കഴിയുമ്പോഴത്തേക്കും സർജറി ചെയ്ത ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന് നിങ്ങൾ ക്രെഡിറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച 100 കണക്കിന് ആളുകൾ, പിന്നെ നമ്മളോടൊപ്പം നിന്ന് കേരളത്തിലെ സമൂഹം മുഴുവൻ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയായിരുന്നു, കൈകൂപ്പി നിന്നുകൊണ്ട്. അപ്പോൾ ആ വലിയ ടീം വർക്കാണ് ഇന്ന് നമ്മൾക്ക് സന്തോഷകരമായിട്ട് 2 ജീവനുകൾ തിരിച്ച് കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഞങ്ങൾ ഡോക്ടർമാർ, ട്രാൻസ്പ്ലാന്റേഷൻ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഡോക്ടർമാരും അവയവദാനത്തിന് വേണ്ടിയിട്ട് അവരുടെ ബന്ധുക്കളെ നമ്മൾ കാണാറില്ല. അതിന് വേറൊരു സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് കേസ് ഓട്ടോയുടെ പ്രവർത്തനം വരുന്നത്. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച് അവയവദാനം ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടർമാർ അപ്പോൾ തന്നെ കേസ് ഓട്ടോയിലെ ഓഫീസിൽ അറിയിക്കുകയാണ്. പിന്നെ അവരുടെ കൗൺസിലേഴ്സാണ് ഇവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുന്നതും അവയവദാനത്തിൻ്റെ ആവശ്യകതയെപ്പറ്റിയും അവരുടെ താല്പര്യത്തെപ്പറ്റിയും ഡിസ്കസ് ചെയ്യുന്നതുമെല്ലാം. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും അവരാണ് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഏറ്റെടുത്തതിന് ശേഷം ആണ് ഈ ഹൃദയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആശുപത്രികളിലേക്ക് അറിയിക്കുന്നത്. ലിസി ഹോസ്പിറ്റലിനായിരിക്കണമെന്നില്ല ഹൃദയങ്ങളെല്ലാം. അത് കോട്ടയം മെഡിക്കൽ കോളേജിനാകാം, അത് കോഴിക്കോടിനാകാം, ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിനാകാം. അത് റൊട്ടേഷൻ വെച്ചിട്ടും ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കമ്പാറ്റബിലിറ്റി വെച്ചിട്ടുമെല്ലാം അത് തീരുമാനിക്കുന്നത് കേസ് ഓട്ടോയാണ്. അത് തീരുമാനിച്ച് ഞങ്ങളെ അറിയിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കൂ അവിടെ. അങ്ങനെ ഐസക്കിൻ്റെ ഹൃദയം ലിസി ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റിനാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഓർഗനൈസേഷൻ പാർട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവരുടെ ബന്ധുക്കളെ ഞങ്ങൾ കാണാറില്ല. കാണേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് നിയമപരമായിട്ട് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നും ഓർഗൻ ഹാർവെസ്റ്റിന് പോകുന്ന അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു ഡോക്ടർമാരും ഈ രോഗിയുടെ ദാതാവിൻ്റെ പേര് പോലും അറിയത്തില്ലാത്തൊരു, അത്രമാത്രം ട്രാൻസ്പെറൻ്റ് ആയിട്ടും സീക്രട്ടായിട്ടുമായിട്ടുള്ള ഒരു പ്രക്രിയയാണിത്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അവയവദാനത്തിന് വേണ്ടിയിട്ട് സമൂഹം ഒത്തിരി കാര്യങ്ങൾ അറിയാനുള്ളത് കൊണ്ട് മാത്രം ഇവരുടെ കുടുംബാംഗങ്ങളെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ദാതാക്കളെയും സ്വീകർത്താക്കളെയും എല്ലാം നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു. കാരണം അത് ഒരു വലിയ വാർത്തയാണ്. അത് സമൂഹത്തിനൊരു മാതൃക, ഒരു മോഡലായിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. വീണ്ടും ഏതെങ്കിലും സാഹചര്യത്തിൽ അവയവദാനം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നാൽ അതുകൊണ്ടൊരു നഷ്ടപ്പെട്ടു പോകുന്നൊരു ജീവനിലൂടെ നമ്മളുടെ പ്രിയപ്പെട്ടവൻ്റെ ജീവിതം ലോകത്തിൽ തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ഒരു വലിയ സന്ദേശമാണ്. ഈ മാധ്യമങ്ങളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമയത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഒഴുക്കിനെതിരായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ 6 മണിക്കൂറല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 4 മണിക്കൂറാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 6 മണിക്കൂർ വരെ പോകാമെന്നിരുന്നാലും ഈ ഹൃദയം മാറ്റിവെക്കുന്ന ഹൃദയം ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 4 മണിക്കൂറിനുള്ളിൽ സ്വീകർത്താവിൽ സ്പന്ദിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലോങ് ടേം 5-10 വർഷം ഈ പേഷ്യൻസിന് ലൈഫ് കിട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാനാവും. പക്ഷേ നമ്മൾ ഒരു അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ തമിഴ്നാട്ടിലൊരു ഹൃദയം ദാനം ചെയ്യാനായിട്ടൊരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ടീം അംഗങ്ങളുമായിട്ട് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്ക് നമ്മളവിടെ ചെല്ലാതെ തന്നെ അവിടെയുള്ള ഡോക്ടർമാർ ഈ ദാതാവിനെ അസസ് ചെയ്യുകയും ഹൃദയം അവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഐസ് ബോക്സിലാക്കിയിട്ട് അടുത്ത ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വിട്ടാൽ പോലും ഒരുപക്ഷെ ഈ 2 ടീമായിട്ട് 2 സ്ഥലത്തും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പലപ്പോഴും ഇൻ്റർ സ്റ്റേറ്റും ഈവൻ യൂറോപ്പിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റലിയിൽ നിന്ന് UK ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട്. 2 മണിക്കൂർ ഫ്ലൈയിങ് ടൈം ഉണ്ട്. പക്ഷേ ഇറ്റലിയിലെ ഡോക്ടർമാർ തന്നെ അത് ഹാർവെസ്റ്റ് ചെയ്ത് പ്രിസർവ് ചെയ്ത് ഫ്ലൈറ്റിൽ കയറ്റിവിടുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ശസ്ത്രക്രിയ തുടങ്ങി ആ ഹൃദയം നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് വരുമ്പോൾ തന്നെ ഈ സ്വീകർത്താവിൻ്റെ ഹൃദയം മാറ്റി സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റും.
ആ ടൈമിന് പ്രോപ്പറായിട്ടുള്ളൊരു ടീം, മൾട്ടിപ്പിൾ ടീംസ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ. ഇനി അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ എടുക്കുന്ന ഹൃദയം നമ്മൾക്ക് ചില മെഷീനിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഹാർട്ട് ലഗ് മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന ട്രാൻസ്മെഡിക്സ് എന്നൊക്കെ പറയുന്ന ചില ഉപകരണങ്ങളുണ്ട്. ഹൃദയം എടുത്തു കഴിഞ്ഞാൽ ഈ ദാതാവിൻ്റെ രക്തവും ഏകദേശം 1 ലിറ്റർ രക്തവും നമ്മൾ അതിൽ നിന്ന് എടുത്ത് ഒരു ബാഗിനകത്ത് വെച്ച് ഒരു മെഷീനിൽ ഹൃദയം കണക്ട് ചെയ്ത് ഈ ഹൃദയത്തിലേക്ക് രക്തം കടത്തി വിടുമ്പോൾ ഹൃദയം ആ മെഷീനിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്പന്ദിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ നെഞ്ചിനുള്ളിൽ സ്പന്ദിക്കുന്നത് പോലെ മെഷീനുള്ളിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ സ്പന്ദിക്കുന്ന ഹൃദയവുമായിട്ട് ഈ മിഷൻ മുഴുവത്തോടെ നമ്മൾ കെയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഈ സമയത്തിന് വലിയ പ്രസക്തി ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ. ഒത്തിരി നൂതനമായിട്ടുള്ള ഒത്തിരി ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വരും വർഷങ്ങളിൽ നമ്മൾക്ക് എത്ര അകലെ നിന്നും നമ്മൾക്ക് ഹൃദയം ആരോഗ്യത്തോടു കൂടി ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2017 ആയപ്പോഴത്തേക്കുമാണ് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാം വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ സമൂഹത്തിലേക്ക് പോകുന്നത്. അതായത് ഡോക്ടർമാർ മസ്തിഷ്ക മരണം സംഭവിക്കാത്ത വ്യക്തികളെ ആർട്ടിഫിഷ്യലായിട്ട് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് സർട്ടിഫൈ ചെയ്ത് ഈ അവയവങ്ങൾ എടുക്കുന്നു എന്നുള്ളൊരു വ്യാജ വാർത്തയാണ് പ്രചരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ യാതൊരു രീതിയിലുള്ള ഒരു മണി ട്രാൻസാക്ഷൻസും മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയവദാനത്തിൽ സംഭവിക്കുന്നില്ല എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് ഹോസ്പിറ്റലിലാണ് ഏത് രോഗിക്കാണ് ഈ അവയവം ദാനം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കേസോട്ടോയാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓർഗനൈസേഷൻ്റെ ആളുകളാണത്. അത് വളരെ നിയമപരമായിട്ടാണ്. അത് റൊട്ടേഷൻ വെച്ചിട്ടാണ്, ബ്ലഡ് ഗ്രൂപ്പിൻ്റെ മാനദണ്ഡം വെച്ചിട്ടാണ്, ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്, സോണൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ്, അങ്ങനെ ഒത്തിരി ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് ഈ ആശുപത്രിക്ക് അവയവം അലോക്കേറ്റ് ചെയ്യുന്നത്. മാനവികതയുടെ ഒരു വലിയ സന്ദേശമാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയകളും അതുപോലെ ഹൃദയാരോഗ്യവും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഹൃദയദിനം കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് മുന്നിൽ വലിയ ഒരു സമൂഹത്തെ കണ്ട് കഴിഞ്ഞ ഒരു വലിയ മനുഷ്യൻ നമ്മോടൊപ്പം ഇത്ര വലിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇനിയും വരും ദിവസങ്ങളിൽ ഈ രംഗത്ത് വരാനുള്ള നൂതനമായ മാർഗങ്ങൾ, ഇന്നോവേഷൻസ്, ഇതൊക്കെയായി നമുക്ക് ഒരു നല്ല നാളേക്ക് വേണ്ടി കാത്തിരിക്കാം. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18.